ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നമുക്ക് വീഡിയോ കാണാം. അതിന് മുന്നേ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ബോട്ടിലിന് ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളറാണ് ബേസ് കോട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി എപ്പോഴും ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അതുപോലെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെൻറ്ററിൽ ഒരു ഷേപ്പുള്ളൊരു ബോട്ടിലാണ്. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിലില്ല, നോർമൽ ബോട്ടിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഒരു ബോട്ടിൽ എടുക്കുക. ഇനി നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ബോട്ടിൽ ഫുള്ളായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഡ്രൈ ആക്കി എടുത്തിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു ബോർഡർ കൊടുക്കുകയാണ് ഈ സെൻറ്ററിൽ. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഈ ബോട്ടിലിന് ഓൾറെഡി ഒരു ബോർഡർ പോലെ ഉണ്ട് സെൻറ്ററിൽ എന്ന്. അപ്പോൾ അതില്ലാത്ത ബോട്ടിലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കളേഴ്സ് എടുക്കുക. ഞാനിവിടെ ഒരു യെല്ലോ, ഓറഞ്ച്, റെഡ്, ഡിഫറെൻറ്റ് ടൈപ്പ് റെഡുകൾ എടുത്തിട്ടുണ്ട്, പിന്നെ പിങ്ക്, അങ്ങനെ കുറച്ച് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഇവിടെ ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഫുള്ളായിട്ട് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെൻറ്റർ പോർഷനിൽ മാത്രം വൈറ്റ് കളറിൽ ഇട്ടുകയാണ്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് ലീഫുകൾ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനിവിടെ. അപ്പം നിങ്ങൾക്ക് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ മെഹന്തി ഡിസൈനൊക്കെ വരച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അല്ലെങ്കിൽ നമുക്ക് ഓരോ ബിൽഡിങ്ങുകളൊക്കെ കുറേ വരച്ച് കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഒരേപോലത്തെ ഡിസൈനുകൾ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ലീഫ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ ഫുള്ളായിട്ടൊന്ന് വരച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാർണിഷ് അടിക്കലാണ്. അപ്പോൾ നമുക്ക് ക്ലിയർ വാർണിഷ് അടിക്കേണ്ടതുണ്ട്. പക്ഷെ ഞാനിവിടെ അടിക്കുന്നില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല വാർണിഷ്, അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലാട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.